പക്ഷേ പണമോ പദവിയോ സൗന്ദര്യമോ ഉപകാരപ്പെടാത്ത മനുഷ്യന് സമാധാനം നൽകുന്ന ഏക വിഷയം അലാ ബിദിക്രില്ല, അലാ ബിദിക്രില്ല. വാപ്പാന്റെ ശ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജങ്ങളിലെ ഒരു ബീജമായിരുന്ന നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ 3 ഭിത്തികൾക്കുള്ളിൽ അള്ളിപ്പിടിക്കുന്ന അലക്കയോട് കൂട്ടിയോജിപ്പിച്ച് മാംസപിണ്ഡമാക്കി എല്ലുകൾ നൽകി വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞ് ഈ കാണുന്ന ഭംഗിയിലും പവറിലും നിന്നെ കൊണ്ടുവന്ന നിന്റെ നാഥൻ, നിന്റെ ഉമ്മാന്റെ ഉദരത്തിൽ സ്ഥാനം കൊടുത്ത നാഥൻ, നിന്റെ തല പുറത്തേക്ക് വരുന്ന രീതിയിൽ നിന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന നാഥൻ, പുറത്തേക്കെത്തുന്ന നിന്നെ വാരിപ്പിടിച്ചു ചുംബിക്കുന്ന വാപ്പയെ കുടുംബത്തെ തന്ന നാഥൻ, ഉമ്മാന്റെ അകിടുകളിൽ ഉമ്മാന്റെ മുലപ്പാലുകൾ ഒരുക്കിക്കൊടുത്ത് നിന്റെ നാവുകളിലേക്ക് ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ നിന്റെ ഭക്ഷണം ഒരുക്കി തന്ന നാഥൻ, മാതാവിന്റെ പൊക്കിൾ കൊടിയിൽ നിന്നും നിന്റെ പൊക്കിളിലേക്ക് ജീവൻ തന്ന നാഥൻ, വായു തന്ന നാഥൻ, കാത്തിരിക്കുന്ന വാപ്പാന്റെ മുൻപിൽ ഒരായുസ് മുഴുവൻ സ്നേഹിക്കാൻ നിന്റെ പിതാവിനെ ഒരുക്കി തന്ന നാഥൻ, ആ നാഥനെ അലാ ബിദിക്രില്ല, ആ റബ്ബിനെ നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയത്തിൽ ശാന്തതയുണ്ടാകും, അവന്റെ ഹൃദയത്തിൽ സമാധാനമുണ്ടാകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ആ സ്മരണയാണ് ഉത്കൃഷ്ട സമൂഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം. നമ്മളൊരു നല്ല സമൂഹമാകുന്നത് റബ്ബിനെ സ്മരിക്കുമ്പോഴാ. ആ സ്മരണയാ നമ്മളിൽ നിന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതും. നമസ്കരിച്ച് സലാം വീട്ടുന്നവന് 5 കാര്യം നാഥന്റെ മുൻപിൽ മനസ്സൊന്നു പറയാൻ നേരല്ല. കണ്ടിട്ടില്ലേ നമ്മള് സലാം വീട്ടി ഇമാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഒരു ഭാഗം കൊഴിഞ്ഞുടങ്ങിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ജീവൻ തന്ന റബ്ബ് നിങ്ങളെ കാത്തിരിക്കുകയാ നിങ്ങളുടെ ദുആകൾ കേൾക്കാൻ. റബ്ബിന് ഏറ്റവും ഇഷ്ടം എന്താ? നമ്മൾ നോമ്പോൽക്കലും ദിക്ർ ആ രീതിയിലുള്ള ഏതെങ്കിലും ഹജ്ജയിലും മാത്രല്ല. എന്റെ അടിമ എന്റെ നേരെ കൈനീട്ടല. അല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം. എന്റെ അടിമകൾ ചെയ്തു പോയ പാപങ്ങൾ ഓരോന്നും ആരുമറിയാതെ ആ നമസ്കാര മുസല്ലയിലിരുന്ന് എന്റെ മാത്രം കേൾക്കുന്ന ശബ്ദത്തിൽ എന്നോട് സംസാരിക്കുമ്പോ, എന്നോട് പരാതി പറയുമ്പോ, എന്നോട് പാപമോചനം തേടുമ്പോ, എന്നെ ഓർത്തവന്റെ ഹൃദയം സങ്കടപ്പെടുമ്പോ, ചെയ്തു പോയ കുറ്റത്തിന്റെ പേരിൽ അവൻ കരയുമ്പോ, അവന്റെ ഓരോ കണ്ണുനീർ തുള്ളികളും കാണുമ്പം അല്ലാഹു പറയുന്നു ഞാൻ അവന്റെ പ്രാർത്ഥന കേൾക്കും, ഞാൻ അവന് സ്വൈര്യം കൊടുക്കും, ഞാൻ അവന് സമാധാനം കൊടുക്കും. കാരണം അതുക്കുറുക്കും, അവൻ എന്നെ ഓർത്തോന, അവൻ എന്നെ സ്മരിച്ചോന, അവൻ എന്റെ അരികിലേക്ക് സങ്കടം കൊണ്ട് പരാതി പറഞ്ഞവനാ. അതുകൊണ്ട് അത് കുറുക്കും, ഞാൻ അവനെ ഓർക്കും. ആ സ്മരണയാ ഇന്നില്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് നേരം വെളുത്ത് കിടക്കപ്പായെന്ന് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞെഴുന്നേൽക്കുമ്പം നമ്മൾ എന്തേ ചൊല്ലിയത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. റബ്ബേ, ഞാൻ മരിച്ചതായിരുന്നു റബ്ബേ. കാരണം ഉറക്കിൽ പടച്ചോൻ നമ്മൾ ആത്മാവിനെ കൊണ്ടുപോകും. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ ലം തമൂതു ഫീ മനാമിഹാ. ഉറക്കിൽ അല്ലാഹു നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് പിറ്റേന്ന് നേരം വെളുക്കുമ്പം ആ ആത്മാവിനെ അല്ലാഹു ശരീരത്തിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ആ കിട്ടിയ ശരീരം കൊണ്ട് സുബഹി ബാങ്ക് പള്ളിയിൽ ആർത്തു കൊടുക്കുമ്പം ഹയ്യാലസ്സലാ, വിജയത്തിലേക്ക് വരണേ, ഹയ്യാലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരണേ എന്ന് മാറി മാറി മുഅദ്ദിൻ വിളിക്കുമ്പം ആ ജീവൻ തിരിച്ചു കിട്ടിയ നമ്മൾ 1 കിലോ പോലും ഇല്ലാത്ത പുതപ്പ് ഒന്ന് മാറ്റി എഴുന്നേറ്റ് ഒന്ന് അംഗശുദ്ധി വരുത്തി മക്കളെ കൈപിടിച്ച് അള്ളാന്റെ പള്ളിയിലേക്ക് വന്ന് അല്ലാഹു അക്ബർ, എന്റെ ജീവന് നന്ദി കാണിച്ചു റബ്ബേ എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതാണ് റബ്ബ് പറഞ്ഞതും വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. നബിയേ, അവർക്ക് അള്ളാനെ തിരിഞ്ഞിട്ടില്ല, അവർക്ക് അല്ലാഹുവിനെ മനസ്സിലായിട്ടില്ല നബിയേ. അവരെന്നെ സ്മരിക്കേണ്ടതിന് പകരം അവർ മറ്റു പലതും ഓർത്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, ഈ ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ ആദരിച്ചത് നമ്മളെയാ, മനുഷ്യരെയാ പടച്ചോൻ ആദരിച്ച്. അത് അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നിങ്ങളെ ഞാൻ എത്ര ആദരിച്ചു. ഒരാണ് അല്ലെങ്കിൽ ഒരു മൃഗത്തെ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ജനിപ്പിച്ച തന്റെ ആ പ്രസവിച്ച അതേ മക്കളിൽ നിന്ന് ആ തള്ള വീണ്ടും ഒരു പക്ഷെ ഇണചേരാം, ഗർഭം ധരിക്കാം. ആയുസ്സും കുറവാ. പൂച്ചകളെ നോക്കൂ, നമ്മൾ കൊടുത്താ കിട്ടിയാ ജീവിക്കുന്നവരാ. പക്ഷെ അല്ലാഹു നമ്മളോട് പറഞ്ഞു വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി.
കടലിലും കരയിലും നിങ്ങൾക്ക് ഞാനതാ എല്ലാം ഒരുക്കി തന്നിരിക്കുന്നു, നിങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്നു. വറസഖ്നാഹും മിൻ തയ്യിബാതി വഫല്ലൽനാഹും, തീർച്ചയായും ശ്രേഷ്ഠമാക്കപ്പെട്ട പലതും നിങ്ങൾക്ക് ഞാൻ കഴിക്കാനും തന്നു. ഇതൊക്കെ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ഒരു ഉത്തമ സമൂഹമായി, ശ്രേഷ്ഠ സമൂഹമായി അള്ളാഹു നമ്മളെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ നമുക്ക് പറ്റിയൊരു അബദ്ധം? ആ റബ്ബിനെ നമ്മൾ തിരിച്ചംഗീകരിക്കുന്നിടത്ത് നമുക്ക് അബദ്ധങ്ങൾ പറ്റാൻ തുടങ്ങി. ആ റബ്ബിന് പകരം ദുനിയാവിന്റെ പിന്നാലെ നമ്മളിൽ പലരും ഓടാൻ തുടങ്ങി. അല്ലേ? ചിന്തിച്ചു നോക്കൂ. ഇക്കണ്ട കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് ആത്മാർത്ഥമായൊരു വിശ്വാസം ഞാൻ നേടി, എനിക്ക് നല്ലൊരു ഈമാനുള്ള മനസ്സുണ്ടാക്കാൻ പറ്റി എന്ന് നാഥന്റെ മുൻപിൽ സ്വയം പറയാൻ അവകാശമുള്ള എത്ര പേര് നമ്മളെ കൂട്ടത്തിലുണ്ട്? എന്റെ മടക്കം സമാധാനത്തോടെയാണ് എന്ന് ചിന്തിക്കാൻ സഹാബാക്കള് ആശ്വസിച്ചതും സമാധാനിച്ചതും ആ വിഷയത്തിലാ. അതുകൊണ്ടാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണത്തെ കൺമുൻപിൽ കാണുമ്പോ സഹാബാക്കൾ കയറി ചെന്ന് നോക്കുമ്പോ കാണുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുന്നതാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂ ഹുറൈറ, മരിക്കാൻ പേടിയാണോ താങ്കൾക്ക്? അബൂ ഹുറൈറ പറഞ്ഞു, ഇല്ല, എനിക്ക് മരിക്കാൻ ഒരു പേടിയില്ല. പിന്നെന്തിനാ അബൂ ഹുറൈറ താങ്കൾ കരഞ്ഞ്? വസ്സാദു ഖലീലുൻ, എന്റെ റബ്ബിനെ കാണിക്കാനുള്ള എന്റെ ഭക്ഷണം കുറഞ്ഞു പോയോ എന്നെനിക്കൊരു പേടി. ആരാ ഇത് പറയണത്? നിങ്ങൾ പൂച്ചകളെ വിട്ടേക്കണം എന്ന റസൂലുള്ളാന്റെ ഹദീസ് കേട്ട അന്നു മുതൽ ഒരു പൂച്ചയെ എപ്പോഴും തോളത്തെടുത്ത് സ്വയം പട്ടിണി കിടന്നിട്ടും പൂച്ചക്ക് ഭക്ഷണം കൊടുത്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. തബൂക്കിന്റെ യുദ്ധക്കളത്തിൽ ദാഹിച്ചു തൊണ്ട പൊട്ടുന്ന സഹാബത്തിന് വെള്ളം കൊടുക്കാൻ കോർത്ത അമ്പുകൾക്ക് നടുവിലൂടെ ചീറിപ്പാഞ്ഞു വരുന്ന അമ്പുകൾ വകവെക്കാതെ സഹാബത്തിന് വെള്ളം കൊടുക്കാൻ ഓടുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മരണഭയമില്ലാത്ത സ്വഹാബി. ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ മരണത്തിന്റെ അവസാനത്തെ ശ്വാസപ്പടയുമ്പോ തിരുദൂതന് പല്ല് തേപ്പിക്കാൻ വേണ്ടി ഒരു കൊള്ളിക്കഷണം തന്റെ വാഗുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അരികിലേക്ക് നീക്കിക്കൊടുത്ത് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന സ്വഹാബി. അള്ളാഹുവിന്റെ തിരുദൂതൻ മൂത്രമൊഴിക്കാനിരുന്ന കല്ലിൽ ചെന്ന് റസൂലുള്ള മൂത്രമൊഴിച്ച മണലിലേക്ക് മൂത്രമൊഴിക്കുന്ന അബൂ ഹുറൈറയോട് അള്ളാന്റെ റസൂൽ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അബൂ ഹുറൈറ, എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അദ്ദേഹം തിരിച്ചു പറഞ്ഞു, റസൂലേ, അതിനും പടച്ചോന്റെ കൂലി ഉണ്ടെങ്കിലോ? അവസാനം മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് സ്വന്തം മകൾക്ക് വേണ്ടി ഭർത്താവിനെ കണ്ടെത്തിയത് മദീന പള്ളിയിൽ സുബ്ഹി നമസ്കാരമടക്കം 5 വക്തിനും കയറി വരുന്ന ഭാര്യ മരിച്ചുപോയി 2 മക്കളുള്ള ഒരു ചെറുപ്പക്കാരനെയാ. 2-3 ദിവസം ചെറുപ്പക്കാരനെ പള്ളി കാണാതായപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കയറി ചെന്നു. വീട്ടിൽ ചെന്നപ്പോ കാണുന്നത് മരിച്ച ഭാര്യയെ, അഥവാ ആ ഭാര്യയ്ക്ക് ശേഷം തന്റെ മക്കളെ പൊതിഞ്ഞു പിടിച്ച് ജീവിക്കുന്ന ആ ചെറുപ്പക്കാരനെ. അദ്ദേഹത്തോട് ചോദിച്ചു അബൂ ഹുറൈറ, എന്തേ സഹോദര പള്ളിക്ക് വരാത്ത്? ആ ചെറുപ്പക്കാരന്റെ മറുപടി, എന്റെ ഭാര്യ 3 ദിവസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു, എന്റെ മക്കൾ ഇപ്പൊ അനാഥമാ, അവര് നേരം വെളുക്കുമ്പോഴേക്കും ഉമ്മായെ ഓർത്ത് കരയാൻ തുടങ്ങും, അവരെ ഉപേക്ഷിച്ച് പള്ളിയിലേക്ക് വരാൻ എനിക്ക് പറ്റുന്നില്ല. ഒരക്ഷരം ശബ്ദിക്കാതെ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി സ്വന്തം മകളുടെ കൈ പിടിച്ച്, സ്വന്തം മകന്റെ മകളുടെ കൈ പിടിച്ച് ആ ചെറുപ്പക്കാരന്റെ അരികിലേക്ക് ചെന്നു പറഞ്ഞു, എന്റെ പേരക്കുട്ടിയെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ മരിക്കുന്നതിന് മുൻപ് കരയുമ്പോ പറയുന്നത്, വസ്സാദു ഖലീലുൻ, എന്റെ കയ്യില് റബ്ബിനെ കാണിക്കാനുള്ള ഭക്ഷണം കുറവാ. പ്രിയപ്പെട്ടവരെ, നിന്റെ ഇങ്ങളെയും കയ്യിൽ എന്താ ഉള്ളത്? നിന്റെ ഇങ്ങളെയും കയ്യിൽ പടച്ചോന്റെ മുൻപിലേക്ക് കൊണ്ടുപോകാൻ എന്താ ഉള്ളത്? 5 മക്കളെ പഠിപ്പിച്ച വലിപ്പ കഥയല്ലേ ഉള്ളൂ? പേരക്കുട്ടികൾ റാങ്ക് വാങ്ങിയ കഥയല്ലേ ഉള്ളൂ? അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ മുൻപിൽ കൈ നീട്ടാതെ ഞാനും ഉണ്ടാക്കി 5 സെന്റ് സ്ഥലവും ആടിയൊരു പോര, ഇതല്ലേ ഉള്ളൂ? ഞാനും വാങ്ങി 2 ചക്രവാഹനം, ഞാൻ വിചാരിക്കേണ്ട ഒരു 4 ചക്രവാഹനം, ഇതൊക്കെ എനിക്ക് പടച്ചോൻ തന്നതാന്നുള്ള വലിപ്പല്ലേ ഉള്ളൂ? അല്ലാതെ എന്തേ ഇപ്പൊ റബ്ബിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ളത്? ആത്മാർത്ഥമായൊരു വിശ്വാസം, ഒരു ജീവിതം, ഒരു സ്വഭാവം, ഒരു സാമ്പത്തികം, ഇതിലേതുമായിട്ട് അള്ളാന്റെ അടുത്തേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതും, ദുനിയാവ് നമ്മളെ കീഴ്പ്പെടുത്തി തുടങ്ങുമ്പോ നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അകലാൻ തുടങ്ങും. ദുനിയാവ് നമ്മളെ കീഴ്പ്പെടുത്തുന്നതിന്റെ ലക്ഷണം എന്താ? സഹാബത്ത് ചോദിച്ചു, നബിയെ, ദുനിയാവ് നമ്മളെ കീഴ്പ്പെടുത്തി എന്നുള്ളതിന്റെ ലക്ഷണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഒരുങ്ങുമ്പോഴേക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയും, അവൻ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്നും അവൻ അകന്നുകൊണ്ടിരിക്കും. പറയാനൊരു വെള്ളിയാഴ്ച തന്നെയുള്ളൂ പള്ളിക്കോക്ക്. 5 വക്തും നാട്ടിലെ പള്ളിയിൽ ജമാഅത്ത് എടുക്കാറില്ലേ? ഉണ്ട്. ഏതു വക്തിനാ നമ്മൾ ചെല്ലാറുള്ളത്? പള്ളിയിൽ ഒരു ശനിയാഴ്ച
ഞാൻ പറയാറുണ്ട്, ആ രീതിയിലുള്ള ഒരു നിക്കാഹങ്ങാൻ പള്ളിയിലുണ്ട്, അന്ന് അസറിന് പെരുന്തിരക്കയക്കും. സാധാരണ ഒതെടുക്കുന്നവനൊന്നും സമയം പോലും കിട്ടൂല. അതല്ലാതെ ആ ആഴ്ചയിലെ 7 ദിവസത്തിൽ ഒരു ദിവസം അള്ളാന്റെ പള്ളിയിലേക്കൊന്ന് കയറി ചെല്ലാൻ, ഒന്ന് ജമാഅത്തിന് നിൽക്കാൻ പറ്റുന്നില്ലേ? ദുനിയാവ് നമ്മളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും ചോദിച്ചു റസൂലേ, രണ്ടാമത്തതെന്താ? വീണ്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണുനീരോടെ പറഞ്ഞു, അവൻ ഈ ദുനിയാവിലുള്ള സമ്പത്ത് എങ്ങനെ വന്നു, എങ്ങനെ കിട്ടി എന്നോനൊരു ബോധം ഉണ്ടാവില്ല. മുതലൊക്കെ കയ്യിലുണ്ടാകും, പക്ഷെ ഇതെങ്ങനെ വന്നതാന്നും ഇതെങ്ങനെ കിട്ടിയതാന്നും ഓനോർ ചിന്ത ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് മനസ്സമാധാനം കിട്ടാനുള്ള ഏറ്റവും വലിയൊരു അടയാളം, തീരുമാനം, ഈ ദുനിയാവിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്തുള്ള ഈത്തപ്പനയുടെ നാരിന്റെ അടയാളം കണ്ട് ചോദിക്കുന്നില്ലേ, നബിയേ, കിസ്റ ചക്രവർത്തിമാര് നമ്മളെ രാജ്യത്തിന്റെ 100-1 റോമൻ സാമ്രാജ്യത്തിന്റെ അധികാരം കൈവാണുന്നവര് പോലും ഇസ്ലാമിക രാജ്യത്തിന്റെ 100-1 നബിയെ. എന്നിട്ടും അവരൊക്കെ സപ്രമഞ്ചക്കട്ടിലിൽ അങ്ങേയറ്റം ഭംഗിയാർന്ന ഉടയാടകൾ ധരിച്ച് അങ്ങേയറ്റം മനോഹരമായ കെട്ടിടങ്ങളിൽ താമസിക്കുമ്പോ എന്തിനാ റസൂലേ ഈ പൊളിഞ്ഞു വീഴാറാകുന്ന ഈത്തപ്പന ഓലയുടെ ഉള്ളിൽ താങ്കൾ ഈ ഈത്തപ്പന ഓലയിൽ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞ മറുപടി, ഉമറേ, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബുൻ ഔ ഫി ഗാബിരി സബീൽ. നമ്മളൊരു പരദേശി മാത്ര ദുനിയാവില്. നമുക്ക് മുൻപും ഈ നാട് കീഴടക്കി ജീവിച്ച എത്ര മഹാന്മാര് ഈ പള്ളിപ്പോയിലും നന്മണ്ടയും ജീവിച്ചു പോയിട്ടുണ്ട്. എത്ര മനുഷ്യന്മാര് ഈ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഉമറേ, ഞാനൊരു യാത്രക്കാരൻ മാത്ര. എടത്താവളമായി പടച്ചോൻ ദുനിയാവ് തന്നോന്ന് മാത്രം. ആ എടത്താവളത്തിലേക്ക് അള്ളാഹു എത്തിച്ചത് എന്തിനാ? ദുനിയാവ് വെട്ടിപ്പിടിക്കാനല്ല. കാരണം ദുനിയാവ് വെട്ടിപ്പിടിച്ചോനും വെട്ടിപ്പിടിക്കാത്തോനും കിടക്കുന്നത് മണ്ണിന്റെ അടിയിൽ വെറും കൈയോടെയാണ്.